കർത്താവേ, ദൈവത്തിൻ്റെ വചനമില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് വേണം. അടുത്തിരിക്കുന്നവരെ, ദൈവവചനമില്ലാതെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. ക്രിസ്ത്യാനികളില്ലായിരുന്നു. യേശു വന്നപ്പോൾ ക്രിസ്ത്യാനിയില്ലായിരുന്നു. മനസ്സിലായോ? അന്ന് യഹൂദരും വിജാനീയരും ഒക്കെ ഉണ്ടായിരുന്നു. വേറെ വേറെ മതങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും യേശുവിന് എല്ലാവർക്കും വേണ്ടിയാ യേശു തമ്പുരാൻ വന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേര് സന്തോഷിക്കുന്നു? ഉള്ളവരെക്കാളും വലിയവൻ എന്റെ ഉള്ളിലുള്ളവൻ ഉള്ളവരെക്കാളും വലിയവൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ച് കത്തിച്ചൊലിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പത്രോസ്ലീഹായോട് ദൈവം പറഞ്ഞു, നീ ഇന്ന സ്ഥലത്ത് ചെന്ന് നിനക്ക് അവിടെ സുവിശേഷം പറയാൻ പറ്റും. അപ്പം ഇവർക്കും അങ്ങനെ ഒരു വെളിപാടുണ്ടായി. താഴെ 3 പേര് വന്നു നിൽപ്പുണ്ട്. അവരെ വിളിച്ചോണ്ട് പോകും. അവർ വിളിച്ചോണ്ട് വന്നു. അങ്ങനെ പത്രോസ് ആ വീട്ടിലുണ്ടായിരുന്നവരോട് സുവിശേഷം പറയാൻ തുടങ്ങി. സുവിശേഷം പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് അവരുടെ മേലേക്ക് കടന്നു വന്നു. പിന്നെ സംഭവിച്ചത്, എന്റെ ആത്മാവിനെ സകല ജനത്തിനു മേലും പകരും. കൈ അങ്ങനെയുള്ളവർ ഏത് സന്ദർഭത്തിലും കൈ കാണാൻ കഴുതക്കാലം പിടിക്കുന്ന പോലെയല്ല ദൈവത്തിന് എഴുതിയാലുള്ളത്. മനസ്സിലായോ? എന്റെ ആവശ്യ സമയത്ത് മാത്രം ദൈവത്തെ സമീപിക്കും. നോ, 24/7 24 മണിക്കൂറും ദൈവത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ അത്ഭുതം കാണും എല്ലാ ദിവസവും. ഇതിപ്പോ എന്നെ അത്ഭുതം ആണ്ടിനും സംക്രാന്തിക്കും അത്ഭുതം നടക്കുന്നുണ്ട്. എന്താ കാരണം? നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നത് അതേ സമയത്ത് തന്നെ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് റെഗുലർ അത്ഭുതങ്ങൾ വേണോ? ഓരോ ദിവസവും നിങ്ങൾക്ക് അത്ഭുതം വേണോ? എല്ലാ ദിവസവും ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം മാറി. നിങ്ങളോട് ദൈവം പറഞ്ഞത് കേട്ടനുസരിച്ചാൽ അത് സംഭവിക്കും. നാമാനോട് പോയി പറഞ്ഞു, നീ 7 പ്രാവശ്യം പോയി ജോർദാൻ നദിയിൽ കുളിക്കുക, അപ്പോൾ നിന്റെ കുഷ്ഠം മാറും. അവരുടെ മന്ത്രിയായിരുന്നു. പക്ഷെ പറഞ്ഞതാരാ? ഒരു പ്രവാചകൻ. അപ്പൊ മന്ത്രി ഇവനാരോട് പറയാം, ഏതായാലും പറഞ്ഞതല്ലേ, ഒന്ന് പോയി നോക്കാം. അങ്ങനെ 7ാമത്തെ പ്രാവശ്യം അവൻ മുങ്ങി എഴുന്നേറ്റപ്പോൾ അവന്റെ രോഗം മാറി. അപ്പോൾ ദൈവം പറഞ്ഞത് കേൾക്കുക. അടുത്ത പ്രാവശ്യം ധ്യാനത്തിന് വേണ്ടി ഒഫീഷ്യലായിട്ട് സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് വന്നതാണ്. ഇതുവരെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ ഭൂമിയിലാണ് പരിശുദ്ധാത്മാവ്. ഓക്കെ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. പിതാവ് സ്വർഗത്തില്, പുത്രൻ ഭൂമിയിൽ വന്നു, തന്റെ ശുശ്രൂഷ ചെയ്തു, സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ പറഞ്ഞു, ഞാനൊരു കാര്യസ്ഥനായിരിക്കും. യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തുവിന്റെ ശരീരമില്ല, ഭൗതിക ശരീരമില്ല, മനുഷ്യന്റെ ശരീരമില്ലാത്തതും പരിധികളുമില്ലാത്തതുമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഭൂമിയിലെ സ്വർഗമാണ് പരിശുദ്ധാത്മാവ്. മറക്കുമോ? നിങ്ങൾ ജീവിതത്തിൽ മറക്കുമോ? ഭൂമിയിലെ സ്വർഗമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ ഈ സഭയിൽ 120 പേർക്ക് ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ധൈര്യം വന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശക്തി പ്രാപിക്കുന്നു. ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ തലയുടെ മുകളിൽ വന്ന് നിൽക്കുന്നത്. ഇവിടെ ആരോ പറഞ്ഞില്ല, എൻ്റെ തല തൊട്ടപ്പോൾ ഭയങ്കര ചൂടാന്ന് പറഞ്ഞില്ല. അതാരായിരുന്നു? ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ തലയിൽ തൊട്ടപ്പോൾ ഭയങ്കര ചൂടാന്ന് പറഞ്ഞത് ആരായിരുന്നു? ആരാ പറഞ്ഞു? യേശു. അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അറിയാം,
ഒരു തീനാളത്തിലൂടെ നമ്മൾ കൈ ഓടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് എല്ലാ ദിവസവും ഫീൽ ചെയ്യാം. ഏത് നിമിഷവും ഞാനിങ്ങനെ ഓടിക്കുമ്പോൾ ഐ ഫീൽ ഇറ്റ് സംതിങ് ഫ്ലെയിം ഈസ് ഗോയിങ് ഓൺ ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണം. പരിശുദ്ധാത്മാവ് തീനാളത്തിന്റെ രൂപത്തിൽ അവിടെ വന്നു. തീ എന്തിനെ സൂചിപ്പിക്കുന്നു? തീ എന്തിനെ സൂചിപ്പിക്കുന്നു? ശുദ്ധീകരണം. ശുദ്ധീകരിക്കും. ഓക്കെ. തീയിലേക്ക് കുറെ സ്വർണം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉരുകിപ്പോകും. എന്നിട്ട് അതിനെ വളരെ മനോഹരമായ ആഭരണങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. അപ്പോൾ തീ അതിന് ഉപയോഗം എന്തിനു വേണ്ടിയാണ്? ഒരുപാട് ഉപയോഗമുണ്ട് തീ. എന്നാൽ തീ കൊണ്ട് ദോഷവും, അല്ലേ? പ്രൈസ് ഗോഡ്. അപ്പോൾ തീയുടെ രൂപത്തിൽ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി അവരുടെ മേൽ കടന്നു വന്നു. അവർ പ്രകാശിതപൂരിതമായി, അവർക്ക് പ്രകാശമുള്ളവരായി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്ത്? അത് മാത്രമല്ല, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു. നിങ്ങൾ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള ഇരുട്ടുകൾ മാറുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തെ പ്രകാശപൂരിതമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഒരു ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ധ്യാനത്തിൽ കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം നിങ്ങൾക്ക് കിട്ടും. ഈ തീനാളം എന്ന് പറഞ്ഞാൽ അത് പുറത്തു നിന്ന് അകത്തേക്ക് ഇറങ്ങും. അകത്തേക്ക് ഇറങ്ങുമ്പോൾ അകത്തുള്ള ഇരുട്ടും പോകും, പുറത്തുള്ള മറ്റുള്ളവരുടെ ഇരുട്ടും പോകും. അതാണ് വെളിച്ചത്തിന്റെ ശക്തി. നിങ്ങൾ എന്നാ തീ കത്തിച്ചു വെക്കുന്നത്? വെളിച്ചം ഉണ്ടാകുവാൻ. ഹല്ലേലൂയ. അപ്പോൾ ഹൃദയത്തിൽ നമ്മൾ വെളിച്ചം പകർന്നാൽ നമ്മുടെ തിരികൾ മുഴുവനും കത്തി ജ്വലിക്കണം. നമ്മുടെ ഹൃദയത്തിലാ ഓരോ തിരി, ഓരോ പ്രാർത്ഥന നിങ്ങൾ ഓരോ നിയോഗമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള തിരികൾ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ ഉള്ളിലാണ് തീ വേണ്ടത്. ആ തീ എന്തിനു വേണ്ടിയാണ്? ആ തീ സുവിശേഷം പറയുവാൻ, ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയാകുവാൻ, ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി രോഗികളെ സൗഖ്യമാക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി പീഡിതർക്ക് ആശ്വാസം പകരുവാൻ. ആ ഒരു തീയാണ് നിന്റെ ഉള്ളിൽ കത്തിയിരിക്കേണ്ടത്. ആ ഒരു തീഷ്ണതയാണ് ഉണർവിന്റെ ലക്ഷ്യം. അത് ഇന്നും കെടാതെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന് ലഭിക്കുന്ന തീയ നിന്റെ ജീവിതത്തില് ഒരിക്കലും കെടാതെ സൂക്ഷിക്കണം. വിശ്വസ്തനായിരിക്കണം. വിശ്വസ്തതയുള്ളവർക്ക് ദൈവത്തിന് എന്തെങ്കിലും തരാൻ പറ്റത്തുള്ളൂ. കള്ളത്തിനുള്ളവർക്ക് ആർക്കെങ്കിലും തരാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തിനോടും മനുഷ്യരോടും വിശ്വസ്തത പുലർത്തണം. യേശു ക്രിസ്തു എന്ത് ചെയ്തു? നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. എന്നെ പോലെയുള്ളവൻ നിങ്ങളുടെ അടുത്ത് വരും. അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അവന്റെ പേര് പരിശുദ്ധ റൂഹായാണ്. അവൻ നിന്റെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഈ ഒറ്റയൊരു വാഗ്ദത്ത പ്രകാരം അവൻ എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നത്? അവരെല്ലാവരും ഐക്യതയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഇവിടെ കണ്ടത്? ഐക്യത. അപ്പോൾ രണ്ടുപേര് ഭൂമിയിൽ ഐക്യതയോടുകൂടി പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു വചനം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവർ ഐക്യതയോടുകൂടി 120 പേരുടെ ഒരുമയോടുള്ള പ്രാർത്ഥനയുടെ അവസാനത്തെ സമയത്ത്, അവസാനത്തെ ദിവസം, പെന്തക്കോസ്ത് ദിവസത്തിൽ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് കടന്നു വന്നു. എൻ്റെ പേര് മേരി, ഞാൻ കർണാടകത്തിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് വാദപ്രശ്നമുണ്ട്. ഇത് ഇപ്പോൾ വരുന്ന ജാനക്ക് 4ാമത്തെ ജാനാണ്. കഴിഞ്ഞ പ്രാവശ്യം പ്രളയം പറഞ്ഞ് കുറവാകത്തവർക്ക് ദൈവത്തിന്
പ്രാർത്ഥിക്കണം, ധ്യാനത്തിലൊക്കെ കുറവാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാസം വരുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ അങ്ങനെ പാടുണ്ടാവും, സ്ഥലമേ കൈക്കിൻ്റെ പിറകി ഇങ്ങനെ വേദന വരും. അങ്ങനെ വരുമ്പോൾ വേദന ഉണ്ടായി, പിന്നെ തടസ്സങ്ങളുണ്ടായി. അതെല്ലാം പറഞ്ഞ് ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾ പ്രേയർക്ക് എത്തിക്കണം, നിങ്ങൾ എത്തിക്കണം പറഞ്ഞ് ഞങ്ങൾ എത്തി. മോൾക്ക് വേറെ സുഖങ്ങളൊക്കെ ഭയങ്കര വിഷമമായി. അവൾ പണിയിലാണ് വീട്ടിൽ വന്നത്. അപ്പോൾ ഭയങ്കര വിഷമമുണ്ടായി. അവൾക്ക് ദൈവം മനസ്സാക്കി കൊടുത്ത് അവൾ എൻ്റെ വീട്ടിൽ അവളെ 3 മക്കളുടെ അവൾ ഭയങ്കര ദൈവത്തോടാണ് ഇഷ്ടം. എല്ലാവരും ഇഷ്ടമുള്ളവരാണ്. അവൾ ഭയങ്കര ഇതാക്കും. അവൾ ദൈവത്തിന് ഒരു എന്ത് ദൈവത്തിന് എങ്ങനെ ഇരിക്കണം അതേപോലെ ഇരിക്കും അവൾ. പിന്നെ ഞങ്ങൾക്കപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് സമയത്ത്, എനിക്ക് സുഖമില്ലാത്ത സമയത്ത് എൻ്റെ ചെറിയോള് 2ാമത്തെ മോള് എന്നെ നോക്കായിരുന്നു. അപ്പോൾ അവൾക്ക് പണിക്ക് പോകണമെന്ന് ആവുന്നുണ്ടായില്ല, എനിക്ക് ആവുന്നുണ്ടായില്ല. അപ്പോൾ എനിക്കും വയ്യ, എന്തൊരു കുളവ് അങ്ങനെ എന്തെങ്കിലും പണ്ടെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവൾ 7,000 രൂപ പണിക്ക് പോയി. പോകുന്നത് പറഞ്ഞപ്പോൾ അവൾ ആ പണിക്ക് പോയിട്ട് എനിക്ക് മരുന്നിന് കൊടുക്കും. അത് മരുന്നിന് കൊടുക്കും, ചിലവിനില്ലെങ്കിൽ ചോദിക്കും, അമ്മ ചിലവിനില്ല. അവൾക്ക് ഉണ്ടോ ഇല്ലെന്ന് അവർ നോക്കില്ല, എന്തെങ്കിലും ചോദിക്കും. പിന്നെ അങ്ങനെ ചോദിച്ച് എനിക്ക് മറന്നു കൊടുത്തോണ്ടിരുമ്പോൾ അതിൽ ദൈവത്തിന് അവൾ എത്ര 7,000 രൂപ കിട്ടിയാലും അതിൽ എത്ര ദൈവത്തിന് എടുത്ത് വയ്ക്കണം അത്ര അവൾ എടുത്ത് വയ്ക്കും. അപ്പം ഞാൻ പറഞ്ഞ് നീ ദൈവത്തിന് ഇപ്പം കൊടുക്കുന്നില്ല, അപ്പം നമുക്ക് ശമ്പളം ജയിക്കാതെ കിട്ടുമ്പോൾ ദൈവത്തിന് കൊടുത്തത്. അപ്പം അവൾ പറഞ്ഞ് നീ അതിൻ്റെ വാക്ക് എനിക്ക് പറയാൻ പാടില്ല, ദൈവത്തിന് കൊടുത്ത ദശാംശം അവിടെ വയ്ക്കും, ഞാൻ അതിനെ കൊണ്ട് അമ്മ അതിനെ പറ്റി ഒന്നും പറയാൻ പാടില്ല, അതിനെ നീ വാക്ക് പിടിഞ്ഞ് അങ്ങനെ പറയരുത് പറഞ്ഞു. അപ്പോൾ അവൾ അവിടെ കൊടുക്കുണ്ടായി. കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് വേറെ പണി കിട്ടി. അപ്പോൾ അതേപോലെ ആർക്കെങ്കിലും സുഖലതായാലും അവൾ അങ്ങനെ ദൈവത്തിൻ്റെ അസംസം എടുത്തു വെച്ചിട്ട് ആർക്കെങ്കിലും സുഖല പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായാലും അവിടെ കൊടുക്കും. അങ്ങനെ എവിടെ പോയാലും അവൾ ദൈവത്തോട് കൂടെ ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ അവളെങ്കിൽ പറഞ്ഞു തരും, ഞങ്ങൾ പറയരുത് എന്നാലും പറഞ്ഞു കൊടുക്കും. അതിൽ എനിക്ക് പോകുന്നത് വാക്ക് പറയാൻ പാടില്ല, അതിന് ഞാൻ ബൈബിൾ എടുത്ത് വായിക്കും പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കുട്ടി സഡൻ സുഖലതായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. അവിടുന്ന് പണിക്ക് ലീവ് കൊടുക്കാത്ത സ്ഥലമാണ്. അങ്ങനെ സുഖലതയപ്പോൾ പെട്ടെന്ന് വന്ന് ഭയങ്കര വേദന. ഞാൻ പറഞ്ഞ് നിന്നെ ദൈവം സൗഖ്യപ്പെടുത്തു, ധ്യാനത്തിന് പോകാൻ പറഞ്ഞു. അങ്ങനെ ഭയങ്കര വിഷമത്തുണ്ടായി. അങ്ങനെ ധ്യാനത്തിന് വരാൻ പറ്റുമോ എന്ന് വിചാരിച്ച് നല്ല മഴ കാരണം. അപ്പോൾ ദൈവം ഞങ്ങളിവിടെ കൂട്ടിയിട്ട് വന്ന് ഞങ്ങൾക്കൊരു അവൾക്ക് സൗഖ്യം കിട്ടി. ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ദൈവത്തിന് കോടി നന്ദി. അതുവരെ എനിക്ക് പെരടിങ്ങനെ വാർഡുള്ളത് കൊണ്ട് എനിക്ക് പെരടിങ്ങനെ ഇന്നലെ കാപ്പപ്പെട്ടൊരു പേരണ്ട് എനിക്ക് എന്നെ തൊട്ട് പേരാക്കുമ്പോൾ എനിക്കത് സൗഖ്യം കിട്ടീന്. പിന്നെ കാല് കുറച്ച് വേദന ഉണ്ട്, അതിനാൽ സൗഖ്യം കിട്ടി. എൻ്റെ ദൈവം അല്ലാതെ വേറെ ആർക്കൊന്നും മാറ്റാൻ പറ്റില്ല ഈ ലോകത്ത്. ആ മനുഷ്യരെ ദൈവമാണ്. അതുകൊണ്ട് അവരില്ലാതെ നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോഴില്ല. ഞാൻ കണ്ട പകനോട് പറഞ്ഞ് നീ സൗഖ്യം പ്രാപിക്കുന്നത് ഏത് മരുന്നിലല്ല, എൻ്റെ അസ്ത്രത്തിനാണ്, എൻ്റെ ശക്തിയാണെന്ന് ദൈവം പറഞ്ഞ് ആ വചനം പറഞ്ഞ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ എനിക്ക് മാറില്ല വചനം വിഷമിക്കില്ല. എൻ്റെ ദൈവം എന്നെ കൂടുള്ളത് കൊണ്ട് അങ്ങനെ ഞാനുണ്ട്. അതുകൊണ്ട് എൻ്റെ പെരളി വരെ എല്ലാ സൗഖ്യമായാലും ഞാൻ വിശ്വസിക്കുന്നു. എനിക്കായി പ്രാർത്ഥിച്ച് പ്രബന്ധക്ക് നന്ദി പറയുന്നു. ഞാനിപ്പോൾ അതുകൊണ്ട് ദൈവത്തെ കോടി നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ജീസസ്. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. 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 എനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. എല്ലാവരും വീട്ടിൽ സമ്മതിച്ചില്ല, കാശൊന്നും തോന്നില്ല. അങ്ങനെ പറഞ്ഞു ഒരുപാട് രോഗങ്ങളുണ്ട്. കാലിൽ വരുമ്പോൾ ഓടിച്ച് പിടിക്കൽ, കിടക്കുമ്പോൾ നടുവേദന, ശ്വാസം മുട്ടൽ, നീർക്കെട്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം കർത്താവിൻ്റെ സൗഖ്യം തന്നു. അമ്മച്ചിക്ക് നടുവേദന ഉണ്ടായിരുന്നു, ശ്വാസമുട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, വളരെ സന്തോഷത്തിലാണ്. താങ്ക് യു ലോർഡ്. അമ്മച്ചിയുടെ പേര് എന്തായിരുന്നു? എവിടെ നിന്നാണ് വരുന്നത്? അവന് ഡോക്ടർ അടുത്തായിരിക്കും അറിയാനായിട്ട്. ഇപ്പൊ പോയപ്പോ പറഞ്ഞ് ഞാൻ
മുടിയാക്കാൻ എൻ്റെ മുടിയാണ് മുടിയായിട്ട് കുഴപ്പമില്ല. എൻ്റെ കാലിന് മുടിയിട്ട് കൈ മുടിയിട്ടാണ് ഒന്നുമില്ല. Thank you, Jesus. എവിടുന്നാണ് ഈ 3 ദിവസം റുഹാധ്യാനത്തിൽ കണ്ടത് എന്തൊരു അനുഭവം പറയാനുണ്ട്? ഷോൾഡറിന് വേദന ഉണ്ടായിരുന്നു. അത് വേദന കുറഞ്ഞു. പിന്നെ ഏകാഗ്രത കുറവുണ്ടായിരുന്നു. ഏകാഗ്രത ഉണ്ട്. പിന്നെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. ക്ഷമിക്കാൻ പറ്റില്ല. ഈ വേദന ഒന്ന് കുറേ നാളായോ? ആ വേദന അപ്പോൾ വേദന പൂർണ്ണമായി മാറി വിശ്വസിച്ചാൽ മതി. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു മൈ ഹോളി സ്പിരിറ്റ്. എവിടുന്നാണ് വരുന്നത്? ഈ റുഹാധ്യാനത്തിൽ 3 ദിവസം കണ്ടത് എന്തൊരു അനുഭവം പറയാനുണ്ട്? ചെറിയൊരു മകനുണ്ട്. എന്നാൽ എനിക്ക് നല്ല വ്യത്യാസങ്ങളുണ്ട്. ദൈവം എന്നെ കൈവച്ചാൽ വീഴിച്ചു. അത് ഈ കഴിഞ്ഞാൽ വീടിൻ്റെ അപ്പോൾ ഈ കണ്ണട വെച്ചാൽ എനിക്ക് ഇങ്ങനെ ബ്രദറിൻ്റെ മുഖമൊന്നും ഇങ്ങനെ നോക്കിയാലും ആരെ മുഖമൊന്നും ഇങ്ങനെ ശരിക്കും കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെ കാണാം, പക്ഷെ എന്നാലും ശരിക്കും ഇത് ആയില്ല. കണ്ണിലൂടെ ഇങ്ങനെ ഒരു ബാലൻസ് എടുക്കാൻ ഇന്നലെ മുതൽ കാണാൻ ആദ്യം കാണാൻ പറ്റിയിരുന്നില്ല. നോക്കിയാലും മങ്ങലായിരുന്നു. അപ്പൊ ഇന്നലെ സൗഖ്യപ്രവർത്തന സമയത്ത് ഈശോ സ്പർശിച്ചതിന് ശേഷം ഇപ്പൊ പൂർണ്ണമായി കാണാൻ സാധിക്കുന്നു. താങ്ക് യു മൈ ലോർഡ്. താങ്ക് യു. ഇടവകാണ് എൻ്റെ ഇടപ്പള്ളി. എനിക്ക് ഇവിടെ വന്ന പിന്നെ കുറേ അനുഭവങ്ങളായിട്ടുണ്ട്. എൻ്റെ മുന്നിൽ സാക്ഷി പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലായിരുന്നു. വീട്ടിലിരുന്നാലും പ്രാർത്ഥിക്കാൻ പറ്റില്ലായിരുന്നു. കുടുംബം എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായില്ല. ഒരു 10 മണി ജപം ചെയ്തിട്ട് പിന്നെ ഒന്നും സമർപ്പിക്കാണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ ഞാൻ. എന്നാൽ എനിക്ക് എപ്പോൾ തോന്നുന്നു ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഭക്ഷണം ഇട്ടാലും എനിക്കിപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം ഞാൻ ഇട്ടിട്ട് പോയിട്ട് പ്രാർത്ഥിക്കും. അതൊരു അനുഭവം. പിന്നെ എൻ്റെ മോന് പഠിപ്പ് നല്ല പഠിച്ചുകൊണ്ടായിരുന്നു. പിന്നെ പഠിപ്പേ ഉണ്ടായില്ലായിരുന്നു. പഠിപ്പ് എന്ന് പറഞ്ഞാൽ അവനിക്ക് കോളേജ് പോകാനും ഭയങ്കര വിഷമമായിരുന്നു. എന്നോട് പറഞ്ഞു കഴിഞ്ഞ മാസം വരുമ്പോൾ അമ്മ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരിയെന്ന്. ഞാൻ ലോപ്പസ് ബ്രദറിനോട് പറഞ്ഞു എൻ്റെ മോനിക്കായിട്ട് പ്രാർത്ഥിക്കണം, അവനിക്ക് എന്തായാലും നല്ല പഠിച്ചുകൊണ്ടാവും, ഇപ്പോൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലോപ്പസ് ബ്രദർ പറഞ്ഞു നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്ക് നിങ്ങൾക്ക് അധികാരമുണ്ട് മക്കളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സുഖമാവും മാറുമെന്ന് പറഞ്ഞു. അതേപോലെ ഞാൻ എൻ്റെ മോന് മൈസൂരിലാണ് BCA പഠിക്കുന്നുണ്ട് എൻ്റെ മോന്. അപ്പോൾ മൈസൂരിൽ പോകാൻ മുമ്പേ ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ എൻ്റെ മോനിക്ക് നല്ല ശക്തി തന്നെ പരിശുദ്ധാത്മാവ് ഈ മകനുമായി ഇറങ്ങി വരണമേ, ഈ മകനിക്ക് പഠിക്കാനുള്ള എല്ലാ അറിവും കൊടുക്കണേന്നൊക്കെ ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവിനോട്. അതേപോലെ മോന് പോയിട്ട് പിറ്റേ ദിവസം ഞാൻ വിളിച്ച് ചോദിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചു മോനെ എങ്ങനെയുണ്ട് പഠിപ്പൊക്കെ. അമ്മ എനിക്കൊരു കുഴപ്പമില്ല, അമ്മ എന്നോട് തലയിൽ വെച്ച് കൈ വെച്ച് പ്രാർത്ഥിച്ചു. അന്നോട് എനിക്ക് ക്ലാസ് പോകാൻ ഒരു മടുപ്പില്ല. ഒരു പിള്ളേർ വന്നില്ല, ഞാൻ ലീവാക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പോകുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു അമ്മേ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ അപ്പോൾ എൻ്റെ മോന് എന്നും ഒരു നേരം ഉപവസിക്കുന്നുണ്ടായില്ല. ഒരു നേരം എന്നും ഉപവസിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ അങ്ങനെ ഒരു നേരം ഉപവസിച്ചിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച ഫലം എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് വിളിച്ചു പറഞ്ഞു എന്നോട് അമ്മേ ഞാൻ ക്ലാസ് ഫസ്റ്റ് റാങ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് എനിക്ക് ദൈവത്തിൻ്റെ വചനം വായിച്ചാൽ എനിക്കത് തലയിൽ ഉൾക്കൊള്ളാനാവുന്നുണ്ടായില്ല. അത് ഇപ്പോൾ വായിച്ചാൽ മിനിറ്റ് കൊണ്ട് മാറുന്നുണ്ടാവുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം ഇവിടുന്ന് പോകുമ്പോൾ ബ്രദറോട് പറഞ്ഞു ബ്രദറെ എനിക്ക് വാക്യം പിന്നെ വായിച്ചാൽ എനിക്ക് തലയിൽ നിൽക്കുന്നില്ല, എനിക്കായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ബ്രദർ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ആ മിനിറ്റ് കൊണ്ട് ബ്രദർ എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് ആ മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഓരോ വാക്യങ്ങൾ വായിച്ചാൽ എനിക്ക് എല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട് എൻ്റെ ഈശോ. അതുമല്ല ഞാൻ എൻ്റെ മാതാവിനെ എന്നും ഞാൻ നന്മ മറിയുമ്പോൾ പറഞ്ഞിട്ടായിട്ട് ഇപ്പൊ ഇവിടെ എനിക്ക് അത് അറിയില്ലായിരുന്നു. സുസ്തി നന്മ കൂടിയിട്ട് ആ ഇത് ഞാൻ പറഞ്ഞിതാക്കുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ കരണ്ട് ഷാക്ക് ഇങ്ങനെ അതായത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മാതാവിൻ്റെ ഒരു ഇത് അതിങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്ത് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു അനുഭവം. എൻ്റെ ശരീരം മൊത്തം ഒരു തണുപ്പ് ഐസ് ഇങ്ങനെ ഇതിൽ കൊണ്ടങ്ങനെ ആവും എൻ്റെ ശരീരം. അങ്ങനെ എല്ലാം എൻ്റെ ദേഷ്യം ഭയങ്കര ദേഷ്യം. ആരെയും ക്ഷമിക്കാൻ പറ്റില്ലായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ ഞാൻ
തിരിച്ചു പറയുക എനിക്ക് അവരോട് പിന്നെ അവരെ കണ്ടുകൂടായിരുന്നു. അന്ന് ഈ രൂഹ ധ്യാനത്തിൽ വന്നിട്ട് അങ്ങനത്തെ ദേഷ്യമൊന്നുമില്ല, ആരെന്ത് പറഞ്ഞാലും ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. ഈശോ എനിക്ക് പഠിപ്പിച്ചത്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ. എവിടുന്നാണ് വരുന്നത്? 3 ദിവസം രൂഹ ധ്യാനത്തിൽ കടന്നു പോയിട്ട് എന്തൊരു അനുഭവം പറയാനുള്ളത്? സമയത്ത് തന്നെ എനിക്ക് ചെറിയ വലിയ കൂടി പറഞ്ഞത് വീട്ടിൽ പണിയുണ്ടെന്നുള്ള കൂടി പറഞ്ഞില്ല. പക്ഷെ പനിയിൽ ചെറിയ ഗുളിക കഴിച്ച് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ കൂടി കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞാലും പ്രശ്നമുണ്ടായിരുന്നു. എനിക്ക് അൾസർ ഉണ്ടായിരുന്നു. ഭയങ്കരമായ വയറുപോച്ചിലായിരുന്നു. 2-3 മാസമായിട്ട് ഭയങ്കര വയറുപോച്ചിലായിരുന്നു. അപ്പം അത് ഞാൻ കൂടിയ ശേഷം വയറുപോച്ചിൽ കൂടി വയറുപോച്ചിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും വയറ് പുകഞ്ഞു അല്ലേ? ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അതിന് ശേഷം പിന്നെ ഒന്നും ഉണ്ടായില്ല. ഉണ്ടായില്ല. എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മാതാവിന് സുഗന്ധം ഇടയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇവിടെ കയറിയ ശേഷം മാതാവിന് ശക്തമായ ഒരു സുഗന്ധം അനുഭവിക്കും. എനിക്ക് ആഗ്രഹമായിരുന്നു എപ്പോഴും ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ ഇവിടെ അത് വലിയ കിട്ടാത്തതിന് മാതാവ് ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ച എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ ഇവിടെ എനിക്ക് മാതാവിന് സുഗന്ധം അനുഭവിക്കാം. നിന്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറണം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവത്തിൻ്റെ വചനമില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് വേണം. അടുത്തിരിക്കുന്നവരെ ദൈവവചനമില്ലാതെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. ദൈവവചനമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. ഓക്സിജൻ നിങ്ങൾ ശ്വസിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഉരുവിട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം വചനം പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം. അപ്പം നിങ്ങൾ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവവചനം വേണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ വന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർത്തുവാൻ വന്നു. ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അസാധാരണമായിട്ടുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും. അസാധാരണമായിട്ടുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. സാധാരണ ധൈര്യമല്ല, അസാധാരണമായിട്ടുള്ള ധൈര്യം. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? പൗലോസ്ലീഹായുടെ കയ്യിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന പാമ്പിനെ അദ്ദേഹം കൂളായിട്ട് അത് എടുത്തിട്ട് തീക്കകത്തേക്ക് ഇട്ടു. അസാധാരണമായ ധൈര്യം. എല്ലാവരും പറയും അസാധാരണമായ ധൈര്യം. അസാധാരണമായ ധൈര്യം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധൈര്യം ഉണ്ടായിരുന്നു. അതാണ് അവൻ കാണിച്ചത്. തിരമാലകളോട് കൽപ്പിച്ചു, കാറ്റും കോളുകളായി വന്ന് ഇപ്പോൾ തന്നെ ബോട്ട് എല്ലാം മറഞ്ഞ് വെള്ളത്തിലാകുമെന്നുള്ള പ്രതിസന്ധിയിൽ വന്നപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ ഈ തിരമാലയും കാറ്റിനെയും ശാസിച്ചത്? പിന്നെ എപ്പോഴാ? ചുമ്മാ ഉറങ്ങി കിടന്നു. ഹല്ലേലൂയ. അപ്പോൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കണം. ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വന്ന് എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് കൂകി വിളിക്കാതെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് വിളിച്ചു പറയാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. അതാണ് ധൈര്യം. ഒരു പ്രശ്നം നിങ്ങൾ കേട്ടു, അയ്യോ എൻ്റെ മോൻ ബൈക്കേ നിന്നു, അയ്യോ എന്ന് പറഞ്ഞു അധികാരം
അടയാളങ്ങൾ കാണാൻ പറ്റും. മനുഷ്യന്റെ സ്നേഹമല്ല, ദൈവത്തിന്റെ സ്നേഹം. നെഞ്ചോട് ചേർത്ത് കൈവച്ചിട്ട് പറഞ്ഞ, പിതാവേ, പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം എൻ്റെ ഹൃദയത്തിൽ പകരണമേ. എല്ലാവരും പ്രാർത്ഥിക്കും. എന്താ ഞാൻ പ്രാർത്ഥിച്ചേ? പിതാവേ പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ, അല്ലെങ്കിൽ പകരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുക. അത് ബൈബിളിൽ ബാക്കി പ്രാർത്ഥന എവിടെയാണെന്ന് ഇതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ 2 ദിവസം ജോലിക്ക് പോയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അവിടെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദേവി ചേച്ചിനോട് പറഞ്ഞു എൻ്റെ വിഷമങ്ങളാണ്. അപ്പോൾ ദേവി ചേച്ചിനോട് തലത്തിലായിട്ട് പ്രാർത്ഥിച്ചു 6 മണി പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി. അപ്പോൾ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കണ്ണൂരിൽ തന്നെ ജോലി കിട്ടിയായിരുന്നു.